നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് അതിശക്തമായ ഭൂചലനം ഉണ്ടാകുന്നു. കൂറ്റൻ കെട്ടിടങ്ങൾ കടലാസ് കൊട്ടാരം പോലെ കുലുങ്ങി വിറച്ചതോടുകൂടി ജീവനും കയ്യിൽ പിടിച്ച അലറി വിളിച്ചു ജനങ്ങൾ തെരുവിലേക്ക് ഓടുന്ന ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രമുഖ വിദേശ മാധ്യമമായ ഡെയിലി മെയിൽ അടക്കം നടക്കുന്ന ഈ വൻ പ്രകൃതി ദുരന്തത്തിന്റെ വാർത്തയും ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്രതീക്ഷിതമായി എത്തിയ അതിശക്തമായ ഭൂകമ്പത്തിൽ ജനങ്ങൾ അക്ഷരാർത്ഥത്തിൽ പകച്ചുപോയി. വീടുകളും ഓഫീസുകളും വ്യാപാര സ്ഥാപനങ്ങളും ഉൾപ്പെടെ വൻകിട കെട്ടിടങ്ങളുടെ കുലുക്കത്തിന്റെ ദൃശ്യങ്ങൾ ഭയാനകം പോലെയാണ് പുറത്തുവരുന്നത്. എന്തായാലും ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസ്വേല അക്ഷരാർത്ഥത്തിൽ വിറച്ചിരിക്കുകയാണ് ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നു. അപ്രതീക്ഷിതമായി എത്തിയ അതിശക്തമായ ഭൂകമ്പത്തിൽ ജനങ്ങൾ അക്ഷരാർത്ഥത്തിൽ പകച്ചു പോവുകയാണ്. വീടുകളും ഓഫീസുകളും വ്യാപാര സ്ഥാപനങ്ങളും ഉൾപ്പെടെയുള്ള വൻകിട കെട്ടിടങ്ങൾ കുലുങ്ങുന്നതിന്റെ ഭയാനകമായ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇപ്പോൾ അതിവേഗം പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമി വലിയ ശബ്ദത്തോടു കൂടി കുലുങ്ങിയപ്പോൾ കെട്ടിടങ്ങൾക്കുള്ളിൽ ഉണ്ടായിരുന്നവർ പരിഭ്രാന്തരായി തുറസായ സ്ഥലങ്ങളിലേക്ക് ഇറങ്ങി ഓടുകയായിരുന്നു. പലയിടത്തും റോഡുകളിൽ വിള്ളൽ വീണതായും വാർത്താവിനിമയ ബന്ധങ്ങൾ താറുമാറായതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം എവിടെയാണെന്നോ റിക്ടർ സ്കെയിലിൽ ഇതിന്റെ തീവ്രത എത്രയാണെന്നോ ഉള്ള കൃത്യമായ വിവരങ്ങൾ അധികൃതർ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. ഔദ്യോഗിക മരണസംഖ്യ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. മരണസംഖ്യ 10,000-ന് മുകളിൽ അല്ലെങ്കിൽ 1,00,000 വരെ ആകാനുള്ള സാധ്യതയുണ്ടെന്ന് US ജിയോളജിക്കൽ സർവേ ആശങ്ക പ്രകടിപ്പിച്ചു. തലസ്ഥാനമായ ഈ കാരക്കസിലെ ഒരു മുനിസിപ്പാലിറ്റിയിൽ 2 കെട്ടിടങ്ങൾ തകർന്ന് 3 പേർ മരിച്ചതായി പ്രാദേശിക മേയർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാരക്കസിയിൽ നിരവധി ബഹുനില കെട്ടിടങ്ങളും ഒരു ഹോട്ടലും പൂർണ്ണമായി തകർന്നു വീണു. നിരവധി ആളുകൾ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ട്. രാജ്യത്ത് നിലവിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിയവർക്കായുള്ള രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുന്നു. അതിനിടെ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ 32 പേർ മരിച്ചതായും 700 പേർക്ക് പരിക്കേറ്റതായും ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് അറിയിച്ചു. ഏതാനും മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് 2 ശക്തമായ ഭൂചലനങ്ങൾ ഉണ്ടായത്. ആദ്യം ഭൂകമ്പം റിക്ടർ സ്കെയിലിൽ 7.1 തീവ്രത രേഖപ്പെടുത്തി. കരീബിയൻ തീരദേശ നഗരമായ മൊറോണിനും പടിഞ്ഞാറ് ഭൂമിക്കടിയിലും 13 കിലോമീറ്റർ ആഴത്തിലായിരുന്നു ഇതിന്റെ പ്രഭവ കേന്ദ്രം. ഇതിനു പിന്നാലെയാണ് രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ട് 7.5 തീവ്രതയുള്ള രണ്ടാമത്തെ ശക്തമായ ഭൂകമ്പം ഉണ്ടായതെന്ന് US ജിയോളജിക്കൽ സർവേ സ്ഥിരീകരിച്ചു. മൊറോൺ നഗരത്തിന് 16 കിലോമീറ്റർ തെക്കു പടിഞ്ഞാറൻ 10 കിലോമീറ്റർ മാത്രം ആഴത്തിലായിരുന്നു രണ്ടാമത്തെ പ്രഭവ കേന്ദ്രം. 1 മിനിറ്റിൽ ഇടവേളയിലായിരുന്നു 2 ഭൂകമ്പവും. ഇതിനു പിന്നാലെ 20-ലധികം പ്രകമ്പനങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. തലസ്ഥാനമായ കാരക്കസിൽ ഭൂചലനം കടുത്ത പരിഭ്രാന്തി സൃഷ്ടിച്ചു. കെട്ടിടങ്ങൾ ശക്തമായി കുലുങ്ങിയതോടെ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയോടി. നഗരത്തിലെ പല പ്രമുഖ കെട്ടിടങ്ങളുടെയും ചുവരുകൾ പൂർണ്ണമായി തകർന്നു വീണു. കാരക്കസിലെ 2 പ്രധാന ജനവാസ മേഖലകളിൽ കെട്ടിടങ്ങൾ തകർന്നതിനെ തുടർന്ന് വൻതോതിൽ പൊടിപടലങ്ങൾ ഉയർന്നതായും ദൃക്സാക്ഷികൾ പറയുന്നു.